നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തികളെയും ആഭ്യന്തര സുരക്ഷയെയും പിടിച്ചുലച്ചേക്കാവുന്ന വളരെ ഗൗരവകരമായ ഒരു വാർത്തയാണ്. ലോകമെമ്പാടുമുള്ള യുദ്ധഭൂമികളിൽ പോരാടി പരിചയമുള്ള ഒരു അമേരിക്കൻ മെർസനറി അഥവാ കൂലിപ്പടയാളി ഇപ്പോൾ ഇന്ത്യൻ ഏജൻസികളുടെ പിടിയിലായിരിക്കുകയാണ്. കൂടെ 6 യുക്രൈനിയൻ പൗരന്മാരും. മാത്യു വാൻ ഡൈക്ക് ലിബിയയിലും സിറിയയിലും ഉക്രൈനിലും തോക്കേന്തി പോരാടിയ വ്യക്തിയാണ്. ഇയാൾ എന്തിനാണ് ഇന്ത്യയിലെത്തിയത്? മ്യാൻമറിലെ വിപ്ലവകാരികൾക്ക് പരിശീലനം നൽകാൻ ഇവർ തിരഞ്ഞെടുത്തത് ഇന്ത്യൻ മണ്ണാണോ? ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ നീക്കം തടഞ്ഞതിലൂടെ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ മാത്യു വാൻ ഡൈക്ക് എന്ന വ്യക്തിയെ പരിചയപ്പെടാം. ഇയാൾ വെറുമൊരു വിദേശ പൗരനല്ല. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ യുദ്ധമേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന സീസൺഡ് ഫൈറ്ററാണ് ഇയാൾ. 2011 ലിബിയൻ ആഭ്യന്തര യുദ്ധത്തിൽ കേണൽ ഗദ്ദാഫിക്കെതിരെ പോരാടിയ വിമതർക്കൊപ്പം ചേർന്ന് ഇയാൾ തോക്കെടുത്തു. മാസങ്ങളോളം ലിബിയൻ ജയിലിൽ തടവുകാരനായി. പിന്നീട് സിറിയയിൽ അസദ് ഭരണകൂടത്തിനെതിരെ പോരാടുന്നവർക്ക് സൈനിക പരിശീലനവും സഹായവും നൽകി. ഏറ്റവും ഒടുവിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനിയൻ സേനയെ സഹായിക്കാനും സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലനം നൽകാനും മുൻപന്തിയിലുണ്ടായിരുന്നു. സൺസ് ഓഫ് ലിബർട്ടി ഇന്റർനാഷണൽ എന്ന പേരിൽ ഒരു സെക്യൂരിറ്റി കൺസൾട്ടൻസി തന്നെ ഇയാൾ നടത്തുന്നുണ്ട്. അതായത് ലോകത്തിന്റെ ഏത് കോണിലും പോയി സായുധ വിപ്ലവകാരികളെ പരിശീലിപ്പിക്കുക എന്നതാണ് ഇയാളുടെ പ്രധാന ബിസിനസ്. എന്നാൽ ഇത്തവണ വാൻ ഡൈക്കിന്റെ കണക്കുകൂട്ടലുകൾ ഇന്ത്യയിൽ പിഴച്ചു. 2026 മാർച്ചിൽ ഡൽഹി, കൊൽക്കത്ത, ലക്നൗ വിമാനത്താവളങ്ങളിൽ വെച്ചാണ് NIA ഈ സംഘത്തെ വലയിലാക്കിയത്. ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിലെത്തിയ ഇവർ മിസോറാം വഴി മ്യാൻമറിലേക്ക് കടക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. മ്യാൻമറിലെ സൈനിക ഭരണകൂടത്തിനെതിരെ പോരാടുന്ന പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സ് പോലുള്ള ഗ്രൂപ്പുകൾക്ക് ഡ്രോൺ യുദ്ധമുറകളിലും സ്ഫോടക വസ്തു നിർമ്മാണത്തിലും വിദഗ്ധ പരിശീലനം നൽകുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇന്ത്യൻ ഏജൻസികൾ പറയുന്നത് പ്രകാരം യൂറോപ്പിൽ നിന്ന് ഡ്രോണുകൾ ഭാഗങ്ങളായി ഇന്ത്യയിലെത്തിച്ച് അവ മ്യാൻമറിലേക്ക് കടത്താനും ഈ സംഘം ശ്രമിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ അറസ്റ്റിന് ഇത്ര വലിയ പ്രാധാന്യം നൽകുന്നത്? ഇതിന് പിന്നിൽ ശക്തമായ 3 കാരണങ്ങളുണ്ട്. മ്യാൻമറിൽ ജനാധിപത്യത്തിനായി പോരാടുന്ന ഗ്രൂപ്പുകളോട് ഇന്ത്യക്ക് അനുഭാവമുണ്ടെങ്കിലും അവിടെ നടക്കുന്ന അസ്ഥിരത ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ബാധിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. മ്യാൻമറിലെ സായുധ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യയിലെ മണിപ്പൂർ, നാഗാലാൻഡ് എന്നിവിടങ്ങളിലെ വിഘടനവാദികളുമായി ബന്ധമുണ്ട്. വിദേശ മെർസനറികൾ അവിടെ നൽകുന്ന അത്യാധുനിക പരിശീലനം നാളെ ഇന്ത്യൻ സൈന്യത്തിന് നേരെ തിരിയാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യ തിരിച്ചറിയുന്നു. അതിർത്തി കടന്നുള്ള ഡ്രോൺ നീക്കങ്ങൾ ഇന്ന് ഇന്ത്യ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഈ വിദേശ സംഘത്തെ പരസ്യമായി പിടികൂടുകയും UAPA പോലുള്ള കടുത്ത നിയമങ്ങൾ ചുമത്തുകയും ചെയ്തതിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഇന്ത്യൻ മണ്ണ് നിങ്ങളുടെ പരീക്ഷണശാലയല്ല. ഇത് വാച്ച് ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇടപെടാൻ മടിയുമില്ല. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിലും ചർച്ചയായി കഴിഞ്ഞു. ഒരു അമേരിക്കൻ പൗരനെ ഇത്തരമൊരു ഗൗരവകരമായ കേസിൽ അറസ്റ്റ് ചെയ്തത് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിൽ എന്ത് മാറ്റമുണ്ടാക്കും? നേരത്തെ പന്നൂൺ കേസ് പോലുള്ള വിഷയങ്ങളിൽ ഇന്ത്യക്ക് നേരെ വിരൽ ചൂണ്ടിയ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സ്വന്തം പൗരന്മാർ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് സമാനമായ രീതിയിൽ നീങ്ങുന്നത് തടയാൻ കഴിഞ്ഞില്ല എന്നത് തിരിച്ചടിയാണ്. ഇന്ത്യൻ ഇന്റലിജൻസ് ഇതിനെ ഒരു വലിയ വിജയമായാണ് കാണുന്നത്. വിദേശ ഇടപെടലുകൾ ദക്ഷിണേഷ്യയിൽ അനുവദിക്കില്ലെന്ന പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഉറച്ച നിലപാടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്യു വാൻ ഡൈക്കും സംഘവും ഇപ്പോൾ NIA കസ്റ്റഡിയിലാണ്. ഇതിന് പിന്നിൽ വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ ഉണ്ടോയെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും ഇന്ത്യ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷാ പരിധിക്കുള്ളിൽ ആര് കളി കളിക്കാൻ വന്നാലും അവർക്ക് ലഭിക്കുന്നത് കടുത്ത മറുപടിയായിരിക്കും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.